Okay, next question. Give a list of cities, their literacy level and the population. Write a program to print the city sorted lexicographically. സംഭവമൊന്നുമില്ല, സോർട്ട് ചെയ്യണം. അവർ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു ഓർഡറിന്റെ ബേസിൽ സോർട്ട് ചെയ്യുക. ഓക്കെ, assume duplications in city names. Break the cities ആണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. Cities with the values of literacy level and then the population. ഈ ക്വസ്റ്റ്യൻ ഒറിജിനലി 5 മാർക്കിനൊന്നും അല്ല, ഒരു 10 മാർക്കിന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് മൊഡ്യൂൾ 2-ൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യാനുള്ള മെത്തേഡ് ഒറിജിനലി ക്വസ്റ്റ്യൻ മാത്രം കാണിക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ബേസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാര്യം എന്താണ്, തമ്മിൽ കണക്ഷനുള്ള ഡേറ്റയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ ബേസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണിത്. സ്ട്രക്ചർ ബേസിൽ സോർട്ടിങ് ഉൾപ്പെടെ ചെയ്യണമെങ്കിൽ ഒരു 10 മാർക്സ് ഒക്കെ മിനിമം വേണ്ട ക്വസ്റ്റ്യൻ ആണ്. അത് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, എനിവേ നമ്മളിത് ചെയ്യാൻ അതിൻ്റെ ഒരു ഓർമ്മ ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം കളയാതിരിക്കാൻ. നമുക്കൊരു സിറ്റിയുടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ക്യാരക്ടറിനെ അതിൻ്റെ നെയിം സേവ് ചെയ്യണം. ലിറ്ററസി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റിജർ വേരിയബിളും പോപ്പുലേഷൻ സേവ് ചെയ്യാൻ അടുത്തൊരു ഇൻറ്റിജർ വേരിയബിളും യൂസ് ചെയ്തു. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അത് സ്വാപ്പ് ചെയ്യാൻ വേണ്ടി ടെമ്പററി വേരിയബിൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൂപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഐയും എത്ര സിറ്റീസ് ഉണ്ടെന്നുള്ള കൗണ്ട് നമുക്ക് അറിയത്തില്ല, അതിന് വേണ്ടിയിട്ട് എന്നും. ഓക്കെ, ദെൻ എത്ര എൻ എന്നുണ്ടായിട്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു, സിറ്റീസിന്റെ കൗണ്ട് എടുക്കാൻ വേണ്ടി ആദ്യമേ എൻ എന്ന് പറഞ്ഞ വേരിയബിൾ റീഡ് ചെയ്തു. ദെൻ എൻ ടൈംസ് വർക്ക് ചെയ്യുന്ന ലൂപ്പ് കൊടുത്തിട്ട് എൻ സിറ്റീസിനെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓരോ തവണ വേണ്ടത് ഡീറ്റെയിൽസ് ഓഫ് ith സിറ്റി എന്ന് പറഞ്ഞു. നമ്മൾ I+1 കൊടുത്തേക്കുന്നതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാലോ. ഗ്രൂപ്പിൽ ഐയുടെ വാല്യൂ ഇനിഷ്യലി 0 ആയിരിക്കും. സോ ഫസ്റ്റ് സിറ്റി സെക്കൻഡ് സിറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ I+1 കൊടുത്തത്. ദെൻ ആദ്യമേ നെയിം റീഡ് ചെയ്യുന്നു, CFI.name. അടുത്തത് ലിറ്ററസി റീഡ് ചെയ്യണം, അതിന് % വേണം. ദെൻ പോപ്പുലേഷൻ റീഡ് ചെയ്യണം, അതിന് % കൊടുത്തു. ഇത്രയും പാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സിറ്റീസിന്റെ കണ്ടന്റ് മൊത്തം റീഡ് ചെയ്ത് കഴിയും. ഇനി എനിക്ക് വേണ്ട എന്താണ്, അതിനെ സോർട്ട് ചെയ്യണം, പിന്നെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന പാർട്ട് ഞാൻ ആദ്യമേ എഴുതി. ഒരു ടേബിൾ ഫോർമാറ്റിലല്ലേ പ്രിന്റ് ചെയ്യാൻ സൗകര്യം. ആദ്യം നെയിം, ദെൻ ലിറ്ററസി, പിന്നെ പോപ്പുലേഷൻ. ഓക്കെ, ഇത് ടേബിൾ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനൊരു ഫോർ ലൂപ്പ് കൊടുത്തു. ഓക്കെ, n സിറ്റീസ് ആണ്, സോ n ടൈംസ് വർക്ക് ചെയ്യുന്ന ലൂപ്പ് കൊടുത്തു. ആദ്യമേ നെയിം പ്രിന്റ് ചെയ്യുക, ഒരു ടാബിൽ വരിക, ലിറ്ററസി പ്രിന്റ് ചെയ്യുക, ടാബിൽ പോവുക, പോപ്പുലേഷൻ പ്രിന്റ് ചെയ്യുക. ഓക്കെ, ആ ഓർഡറിൽ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ സോർട്ട് ചെയ്താൽ മതി. എന്താണോ അവർ പറഞ്ഞേക്കുന്ന ഓർഡർ അതിനനുസരിച്ച് നെയിംസിന്റെ ഓർഡർ സോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ പോപ്പുലേഷന്റെ ഓർഡറിൽ സോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ലിറ്ററസിയുടെ ഓർഡറിൽ സോർട്ട് ചെയ്യാം. ഏതാണോ അവർ പറയുന്നത് അതനുസരിച്ച് സോർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടം വരെയുള്ള ഓർഡർ നല്ലപോലെ മനസ്സിലാക്കിയാൽ ഇനി എളുപ്പമാണ്. സോർട്ടിങ്ങിന്റെ കോഡ് അതുപോലെ എഴുതുക. സോർട്ടിങ്ങിന്റെ കോഡ് എന്തായിരുന്നു, ഫോർ i = 0, i less than n-1, i++, for j = 0, j less than n-i-1, j++. Okay, if a of j greater than a of j+1, ഇവിടെ തമ്മിൽ എന്ത് ചെയ്യണമെന്ന്, എയും ബിയും തമ്മിൽ, എ ഓഫ് ജെയും എ ഓഫ് j+1 തമ്മിൽ നമുക്ക് സ്വാപ്പ് ചെയ്യണം. ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ സോർട്ടിങ്ങിന്റെ കോഡ്. ഓക്കെ, ഇത് അതുപോലെ ഞാനങ്ങ് എഴുതി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കുക. ഇവിടെ നമ്മൾ അറേയുടെ കോഡ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു എഴുതിയത്. ഇനി നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് സപ്പോസ് ലിറ്ററസിയുടെ ബേസിലാണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സി ഓഫ്, പേര് മറ്റേ സി ആക്കുക, CF_j.L ആക്കുക. ഓക്കെ, അപ്പോൾ CF_j.L-ഉം CF_j+1.L ആക്കുക ലിറ്ററസിയുടെ ബേസിലാണെങ്കിൽ. ഇനി പോപ്പുലേഷന്റെ ബേസിലാണെങ്കിൽ അവിടെ എന്താക്കുക, P ആക്കുക. ഓക്കെ, ഇനി എനിവേ ഇവർ തമ്മിൽ സ്വാപ്പ് ചെയ്യാനുള്ള കോഡ് CF_j-യും CF_j+1 തമ്മിൽ സ്വാപ്പ് ചെയ്യാനുള്ള കോഡ് എന്തായിരിക്കും, T = CF_j, CF_j = CF_j+1, CF_j+1 = ഇത് വെച്ച് പഠിക്കരുത്. T = A, A = B, B = T, ഈ ഒരു ഓർഡറിൽ വേണം പഠിക്കാൻ.
ഏതാണോ നമുക്ക് സോർട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ആ ഓർഡറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് വേണം ഇവിടെ കൊടുക്കാനുള്ള കണ്ടീഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞു. ഇനി നെയിമിൻ്റെ ഓർഡറിൽ സോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം, ബാക്കി ഏത് വെച്ച് സോർട്ട് ചെയ്യാൻ പറഞ്ഞാലും ഇതാണ് മെത്തേഡ്. ഓക്കെ, സ്ട്രക്ചർ ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, സപ്പോസ് സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രാമാണ് ചോദിച്ചേക്കുന്നത്, എന്നിട്ട് അവരുടെ ടോട്ടൽ മാർക്കുണ്ട്, നെയിം റോൾ നമ്പർ മാർക്കുണ്ട്, മാർക്കിൻ്റെ ഓർഡറിൽ സോർട്ട് ചെയ്യണം. അപ്പോൾ ഡോട്ട് മാർക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കമ്പയർ ചെയ്യുക. മാർക്കിൻ്റെ ബേസിൽ ഇവർ എന്ത് ചെയ്യും, സോർട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അത് ഏതാണോ അത് ഇവിടെ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നെയിം വരുന്ന സിറ്റുവേഷനിൽ മാത്രം നമുക്കൊരിക്കലും ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ നെയിം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഗ്രേറ്റർ ആണോ ലെസ് ആണോ. കാരണം സ്ട്രിങ്സ് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പകരം നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രിങ് ഡോട്ടസ് എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ആഡ് ചെയ്യണം. ഓക്കെ, സ്ട്രിങ് ഡോട്ടസ് എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ആഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ strcmp എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. strcmp രണ്ട് സ്ട്രിങ് cfjയിലെ നെയിമും cfj+1ലെ നെയിമും കമ്പയർ ചെയ്യുക. ഓക്കെ, അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്യാൻ പറയാം. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. ഗ്രേറ്റർ ദാൻ 0 കൊടുക്കുകയാണെങ്കിൽ ഒരു ഓർഡറിൽ കിട്ടും, ലെസ് ദാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇത് പ്രത്യേകം പഠിച്ചു വയ്ക്കുക. സ്ട്രിങ്സ് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതായിരിക്കും മെത്തേഡ്. ബാക്കി ഏതാണെങ്കിലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബെനിഫിറ്റ് ഇപ്പം ഇതാണല്ലേ, സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും സ്ട്രക്ചർ ബേസ് ചെയ്യാനാണ്. ഓക്കെ, സ്ട്രക്ചർ എന്നുള്ള വേർഡോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല, ബട്ട് എളുപ്പം സ്ട്രക്ചർ ബേസ് ചെയ്യാനാണ്. സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ സോർട്ടിങ് ഒക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. കാര്യം cfj ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നെയിമും ലിറ്ററസിയും പോപ്പുലേഷനും ഒക്കെ അവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ ഇതിന് ഓരോന്നിനും കോഡ് ചെയ്തേണ്ടി വരും. ഓക്കെ, സോ ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്ത് കിട്ടും, നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഏതാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അതിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ.